ഹലോ കൂട്ടുകാരെ, അപ്പൊ സീസൺ 2 ലാസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എപ്പിസോഡ് 8 തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് എല്ലാവരും നമ്മുടെ പക്സിലിക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നതാണ്. പക്ഷെ അവന്റെ പൊടി പോലും കണ്ടു കിട്ടുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള സാന്റിയാഗോ ഇപ്പൊ മോർട്ടീഷ്യയും ഗോമസിനെയും സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ വെനസ്ഡേയുടെ സ്പിരിച്വൽ ഗൈഡ് ആയിട്ടുള്ള ലാരിസ വിംസ് ഇപ്പൊ ഇവർക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വെനസ്ഡേയും മോർട്ടീഷ്യയും ഇപ്പൊ ഗ്രാൻഡ് ആയിട്ടുള്ള ഹെസ്റ്ററിന്റെ അടുത്ത് കാര്യം പറഞ്ഞു. വെനസ്ഡേക്കും മോർട്ടീഷ്യയ്ക്കും ഒറ്റയ്ക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല, കൂടെ ഒരു റേവനും കൂടി വേണം. അതുകൊണ്ടാണ് വെനസ്ഡേയുടെ ഗ്രാൻഡ്മയെ കൂടെ വിളിച്ചിട്ടുള്ളത്. താൽക്കാലികമായിട്ടാണെന്നുണ്ടെങ്കിലും വെനസ്ഡേയുടെ സൈക്കി എബിലിറ്റി തിരിച്ചെടുക്കുക, എന്നിട്ട് നമ്മുടെ പക്സിലിയെ കണ്ടെത്തുക. അതാണ് ഇവരുടെ മെയിൻ പ്ലാൻ. അങ്ങനെ 3 പേരും കൂടി ചേർന്നിട്ട് ഇപ്പൊ ക്രിസ്റ്റൽ ബോളിന് ചുറ്റുമായിട്ട് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ വെനസ്ഡേക്ക് ഒരു വിഷൻ വരികയാണ്. അതൊരു ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. നമ്മുടെ വെനസ്ഡേയുടെ പേരൻസ് ആയിട്ടുള്ള മോർട്ടീഷ്യയും ഗോമസും കൂടി ചേർന്നിട്ട് ഐസക്കിന്റെ മൃതശരീരം സ്കൾട്ടറിക്ക് താഴെയായിട്ട് കുഴിച്ചിടുന്നതാണ് ഇപ്പോൾ വെനസ്ഡേ കാണുന്നത്. വിഷനിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്ന വെനസ്ഡേ മോർട്ടീഷ്യയുടെ അടുത്ത് ഈ കാര്യം ചോദിച്ചു. പക്ഷെ മോർട്ടീഷ്യ ഒന്നും പറയുന്നില്ല. അമ്മ എന്റെ സമയം കളയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെനസ്ഡേ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോകുമ്പോഴേക്കും മോർട്ടീഷ്യ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. അന്ന് ആ ലബോറട്ടറിയിൽ പൊട്ടിത്തെറി നടക്കുമ്പോൾ ഞാനും നിന്റെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. ഇയാഗോ ടവറിലായിരുന്നു ആ ലബോറട്ടറി. എന്നേക്കുമായിട്ട് ഫ്രാങ്കോയിസ് ഹൈഡായി മാറുന്നത് തടയാനായിട്ട് അല്ലെങ്കിൽ മാറ്റാനായിട്ട് ഐസക്ക് ഒരു വലിയ മെഷീൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരുപാട് പവർ അത്യാവശ്യമായിരുന്നു. അതിനായിട്ട് ഐസക്ക് തെരഞ്ഞെടുത്തത് നിന്റെ അച്ഛനായിട്ടുള്ള ഗോമസിനെയാണ്. നമ്മുടെ പക്സിലിക്ക് ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എബിലിറ്റി ഉണ്ടല്ലോ, അന്നത്തെ ആ ഒരു കാലത്ത് നമ്മുടെ ഗോമസിനും ആ ഒരു ഇലക്ട്രിക്കൽ എബിലിറ്റി ഉണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഐസക്ക് നമ്മുടെ പക്സിലി എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഗോമസിനെയും അന്ന് ഈ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കാനായിട്ട് യൂസ് ചെയ്തത്. പക്ഷെ പാവം ഗോമസിനാകട്ടെ ഐസക്ക് തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലായില്ല. തന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഐസക്കിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗോമസിന് ഇഷ്ടമായിരുന്നു. മരണത്തോട് മല്ലിടുന്ന ഗോമസിനെ രക്ഷിക്കാനായിട്ട് മോർട്ടീഷ്യ അങ്ങോട്ടേക്ക് വരികയും ഗോമസിനെ രക്ഷിക്കുകയും ഇയാഗോ ടവറിൽ ഉണ്ടായിരുന്ന ആ ഒരു ലബോറട്ടറി പൊട്ടിത്തെറിക്കുകയും ചെയ്യുകയാണ്. ഉടൻ തന്നെ ഐസക്ക് മരണപ്പെട്ടു. യഥാർത്ഥത്തിൽ ഐസക്കാണ് നമ്മുടെ ഗോമസിനെ കുഴിച്ചിടാനായിട്ട് സ്കൾട്ടറിക്ക് അടുത്ത് ഒരു കുഴി എടുത്തിട്ടുണ്ടായിരുന്നത്. ആ കുഴിയിൽ തന്നെ ഐസക്കിനെ ഇപ്പോൾ നമ്മുടെ ഗോമസും മോർട്ടീഷ്യയും കൂടി ചേർന്ന് കുഴിച്ചിട്ടു. അന്ന് ആ ഒരു പൊട്ടിത്തെറിക്ക് ശേഷം ഗോമസിന് ആ ഒരു ഇലക്ട്രിക്കൽ എബിലിറ്റി നഷ്ടപ്പെട്ടു. ഇതെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം മോർട്ടീഷ്യ മറ്റൊരു കാര്യം കൂടി വെനസ്ഡേയോട് പറഞ്ഞു. ഇനി ഒരിക്കലും നിനക്കൊരു അപകടം വരുത്തുന്ന രീതിയിൽ ഞാൻ ഒരു കാര്യവും ചെയ്യില്ല. പക്ഷേ അമ്മേ, അതൊക്കെ ഒരുപാട് ലേറ്റ് ആയി പോയി എന്നും പറഞ്ഞുകൊണ്ട് വെനസ്ഡേ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എനിഡിനെയാണ്. ആളാകെ വിഷമിച്ചിട്ട് സോഫിയയും നമ്മുടെ ബ്രൂണോയും കൂടി ഒരു കാറിൽ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ എനിഡിന്റെ അടുത്തേക്ക് അജാക്സ് വരുന്നുണ്ട്. ഞാൻ നിന്റെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കൂടെ തന്നെ ഉണ്ടാകും എന്ന് അജാക്സ് ഇപ്പോ എനിഡിനോട് പറയുന്നു. അത് പക്ഷേ നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം. ഇപ്പൊ അജാക്സ് എനിഡിനെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. എനിഡിനാണെന്നുണ്ടെങ്കിലും ഇപ്പൊ സന്തോഷമായിട്ട് അവനൊരു ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ അജാക്സ് അവിടെ നിന്നും നടന്നു പോകുന്നുണ്ട്. പെട്ടെന്നാണ് ഇൻവിസിബിൾ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ആഗ്നസ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ആഗ്നസിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ആൺകുട്ടികളുടെ പേര് അതിൽ എഴുതിയിട്ടുണ്ട്. നിനക്കിതിൽ ആരെ വേണ്ടത്? അതോ ഞാൻ ഇതിൽ ഓരോരുത്തരുടെ അടുത്തും ഇൻവിസിബിൾ ആയിട്ട് പോയിട്ട് അവരുടെ സ്വഭാവമൊക്കെ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരാളെ കണ്ടെത്തിയിട്ട് അങ്ങനെ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നുണ്ട്, എനിക്ക് ഈ റൊമാൻസും കാര്യങ്ങളൊന്നും സെറ്റ് ആവില്ല. ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഞാനൊരു ബ്രേക്ക് എടുക്കാനായിട്ട് പോവുകയാണ്. ഇത് കേട്ടപ്പോൾ എനിഡിനും സന്തോഷമായി. മറുവശത്ത് ഐസക് ആകട്ടെ തന്റെ പഴയ ഫ്രണ്ടാണെന്നുള്ള ചിന്ത പോലുമില്ലാതെ പക്സിലിയുടെ വായ്ക്കകത്തേക്ക് ഇപ്പൊ ഒരു സാൻഡ്വിച്ച് തിരികെ കയറ്റി കൊടുക്കുന്നുണ്ട്. ടൈലർ അപ്പോ അവിടെ ഉണ്ടായിരുന്നില്ല. ഐസക്കിന്റെ അടുത്ത് ഫ്രാങ്കോയിസ് അപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം നിനക്ക് ഓർമ്മയില്ലേ? എനിക്ക് നീ പ്രോമിസ് ചെയ്തു തരണം, നീ അത് ചെയ്യുമെന്ന്. തീർച്ചയായിട്ടും ഇന്ന് രാത്രി തന്നെ ഈ കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമുണ്ടാകും. അപ്പോഴേക്കും ടൈലർ അങ്ങോട്ടേക്ക് വരുന്നു. ടൈലറിനെ കണ്ടതും പെട്ടെന്ന് രണ്ടുപേരും ഞെട്ടുന്നുണ്ട്. ടൈലർ ഇപ്പൊ പുറത്തു പോയത് മറ്റൊന്നിനുമല്ല, ഹൈഡിന്റെ ട്രാക്സ്, അതായത് കാൽപാദങ്ങളൊക്കെ ഏകദേശം 20 മൈലുകൾക്ക് അപ്പുറമായിട്ട് അവൻ പതിപ്പിച്ചിട്ടാണ് ഇപ്പൊ വരുന്നത്. മാത്രമല്ല പക്സിലിയുടെ ഒരു കോസ്റ്റ്യൂമും അവിടെ ദൂരെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. പോലീസുകാരൊക്കെ പക്സിലിക്ക് വേണ്ടി തെരച്ചിൽ നടത്തുമ്പോൾ അവരുടെ കണ്ണ് തെറ്റിക്കാൻ അല്ലെങ്കിൽ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാത്രി നിന്റെ റിവെഞ്ച് എടുക്കാനുള്ള സമയമാണെന്ന് ഐസക്ക് ഇപ്പൊ നമ്മുടെ ടൈലറിനോട് പറയുന്നു. ഇവിടെ വെനസ്ഡേയും എനിഡും ആഗ്നസ് ആണെന്നുണ്ടെങ്കിൽ പക്സിലിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആഗ്നസിനെ വിളിക്കാനായിട്ട് ഇപ്പൊ അവളുടെ അച്ഛൻ ഒരു അസിസ്റ്റന്റിനെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. എന്നെ കൂട്ടാനായിട്ട്
ആയിട്ട് നിന്റെ അമ്മ വരില്ലേ? ഏയ് പുള്ളിക്കാരി പുതിയ ഹസ്ബൻഡും പിന്നെ കുട്ടിയുമായിട്ടൊക്കെ തിരക്കിലാണ്. അപ്പൊ ശരി, അടുത്ത വർഷം കാണാം എന്ന് പറഞ്ഞ് ആഗ്നസ് പോയി. വെനസ്ഡേ പിന്നീട് പോകുന്നത് യൂജിന്റെ അടുത്തേക്കാണ്. ഐസക്കിനെ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ യൂജിന്റെ ഹെൽപ്പ് അവള് ചോദിക്കുന്നു. ആ ഒരു ചിത്രശലഭങ്ങൾ മുഖേന ഐസക്കിനെ ട്രാക്ക് ചെയ്യാമെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ചിത്രശലഭങ്ങൾ കാണുന്നുണ്ടെങ്കിൽ 36 മണിക്കൂർ മാത്രമേ ലൈഫ് സ്പാൻ ഉള്ളൂ, അതായത് ജീവിത ദൈർഘ്യം. വെനസ്ഡേ നിരാശയായിട്ട് അവിടെ നിന്നും മടങ്ങി. അതിനുശേഷം നമ്മുടെ യൂജിന് അവന്റെ അമ്മർ ഷെഡിൽ ഈ തേനീച്ചകളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഐസക് പെട്ടെന്ന് കടന്നു വരുന്നത്. ഐസക്കിനെ കണ്ടതും യൂജി ഞെട്ടിപ്പോയി. മറുവശത്ത് ഓഫീസർ സാന്റിയാഗോ ഇപ്പൊ വെനസ്ഡേക്ക് ഉറപ്പ് നൽകുന്നു അനിയനെ കണ്ടുപിടിക്കുമെന്ന്. മാത്രമല്ല ഇപ്പൊ അവന്റെ ഒരു കോസ്റ്റ്യൂം ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് തെരച്ചിലിന് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞപ്പോ വെനസ്ഡേ പറയുന്നുണ്ട് അത് നിങ്ങളുടെ വഴി തെറ്റിക്കാനായിട്ട് അവർ ചെയ്ത പണിയാണെന്ന്, പക്ഷേ ഞങ്ങൾക്ക് തെളിവുകളാണ് പ്രധാനം എന്നും പറഞ്ഞുകൊണ്ട് സാന്റിയാഗോ അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് യൂജി നമ്മുടെ വെനസ്ഡേയുടെ അടുത്തേക്ക് ഒരു ബോക്സുമായിട്ട് വരുന്നത്. അത് ഐസക്ക് വെനസ്ഡേക്ക് കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് പോയതാണ്. ഒരു ക്രിസ്റ്റൽ ബോൾ, അതിനുള്ളിലായിട്ട് സ്കൾട്രിയുടെ ആകൃതിയും പിന്നെ ഇതിന് താഴെയായിട്ട് മിഡ് നൈറ്റ് എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വെല്ലുവിളി സ്വീകരിച്ച് വെനസ്ഡേയും തിങ്ങും കൂടി രാത്രിയായപ്പോ ഇപ്പൊ ആ മരങ്ങൾക്കിടയിലൂടെ പോകുന്നുണ്ട്. നമ്മുടെ ഐസക്കിനെയും പക്സ്ലിയെയും അവര് കണ്ടെത്തുന്നു. ശേഷം തിങ്ങിന്റെ അടുത്ത് ഒരു ക്രോസ് ബോ, ആ ഒരു ആരോ ഉപയോഗിച്ചിട്ട് നല്ലൊരു ക്ലീൻ ഷോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സോംബിക്കുട്ടന്റെ തല അങ്ങോട്ട് തകർത്ത് കളഞ്ഞേക്ക്, അതായത് ഐസക്കിന്റെ തല അങ്ങോട്ട് തകർത്ത് കളഞ്ഞേക്ക് എന്നും പറഞ്ഞ് തിങ്ങിനെ ഏൽപ്പിച്ചിട്ടാണ് ഐസക്കിന്റെയും അതുപോലെ തന്നെ പക്സ്ലിയുടെയും അടുത്തേക്ക് വെനസ്ഡേ പോകുന്നത്. പറഞ്ഞു തീർന്നില്ല, നമ്മുടെ തിങ്ങിനൊരു ക്ലീൻ ഷോട്ട് കിട്ടി, അപ്പൊ തന്നെ ആരോ ചെയ്തു. പക്ഷേ ഐസക്ക് അത് കൈകൊണ്ട് തടുത്തു കളഞ്ഞു. മാത്രമല്ല തിങ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ടൈലർ ആകട്ടെ ഇപ്പൊ തിങ്ങിനെ പിടികൂട്ടിയിട്ട് ഒരു ഗ്ലാസ് ബോക്സിൽ അടച്ചു. ഇവിടെയാണ് ഗായ്സ് ഈ ഒരു സീരീസിന്റെ കിണ്ണങ്കാച്ച് ട്വിസ്റ്റ് വരുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഐസക്കിന്റെ ഈ ഒരു കൈപ്പത്തിയാണ് നമ്മുടെ തിങ്. അന്ന് ഗോമസിനെ രക്ഷിക്കാനായിട്ട് മോർട്ടീഷ്യ ഈ ഒരു മെഷീൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഐസക്കിന്റെ കൈപ്പത്തിക്കിട്ട് ആ മെഷീന്റെ പ്രവർത്തനം തടയാനായിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേർപെട്ടു പോയ കൈപ്പത്തിയാണ് നമ്മുടെ തിങ്. ഇപ്പോഴിതാ ഐസക് ആകട്ടെ അവന്റെ ആ ഒരു കൈപ്പത്തി, അതായത് തിങ്ങിനെ അവന്റെ കൈയോട് ചേർത്ത് തുന്നിക്കെട്ടുകയാണ്. വെനസ്ഡേക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഐസക് ആകട്ടെ വെനസ്ഡേ ഇപ്പോ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ഇപ്പൊ ആ ഒരു കുഴിയിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഒരുപാട് വേരുകളും മണ്ണ് കൊണ്ടും ഇപ്പൊ നമ്മുടെ വെനസ്ഡേയെ അവിടെ തന്നെ അടക്കം ചെയ്യുന്നു. ഇങ്ങനെ തന്റെ കൈയോട് ചേർത്തത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ഐസക്കിന് നല്ല പവർ ഉണ്ട്. ആ ടെലികൈനസിസും കാര്യങ്ങളൊക്കെ വീണ്ടും അവന് ഉപയോഗിക്കാനായിട്ട് കഴിയും. പക്ഷെ ഒരാൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. മറ്റാരുമല്ല നമ്മുടെ ആഗ്നസ്. ആ ഒരു കുഴി ഒറ്റയ്ക്ക് അവൾക്ക് തോണ്ടിയെടുക്കാനായിട്ട് കഴിയില്ല. ഇവള് നേരെ പോകുന്നത് നമ്മുടെ എനിഡിന്റെ അടുത്തേക്കാണ്. എനിഡാകട്ടെ അവിടെ ലൂപ്പിൻ കേജിൽ ഇപ്പൊ പാട്ടൊക്കെ കേട്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം ഫുൾ മൂൺ ആണ്. അങ്ങനെ ഇവർ രണ്ടുപേരും സ്കൾട്രിയുടെ താഴെയായിട്ടുള്ള നമ്മുടെ വെനസ്ഡേയുടെ കുഴിമാടം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ തോണ്ടിയിട്ടും എത്തുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ എനിഡിന് വീണ്ടും വെയർവുൾഫായിട്ട് മാറേണ്ട അവസ്ഥ വരികയാണ്. എങ്കിൽ മാത്രമേ അവൾക്ക് പെട്ടെന്ന് ആ ഒരു കുഴി തോണ്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. ചെറിയൊരു ഹൃദയമിടിപ്പ് അവൾ കേൾക്കുന്നുണ്ട് നമ്മുടെ വെനസ്ഡേയുടെ. തന്റെ കൂട്ടുകാരിയോട് അത്രയ്ക്ക് ഇഷ്ടമുള്ള നമ്മുടെ എനിഡാകട്ടെ വെയർവുൾഫായിട്ട് മാറുകയാണ്. ഇനി അവള് തിരിച്ച് മനുഷ്യരൂപത്തിലേക്ക് പോകില്ല. ഇന്നത്തെ ദിവസം ഫുൾ മൂൺ ആണ്. പക്ഷെ അവളതൊന്നും കാര്യമാക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു കുഴി തോണ്ടിയിട്ട് നമ്മുടെ വെനസ്ഡേയെ പുറത്തെടുക്കുന്നു. വെനസ്ഡേക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോൾ തന്നെ വെയർവുൾഫായിട്ട് മാറിയിട്ടുള്ള എനിഡ് അവിടെ നിന്നും ഓടിപ്പോകുന്നു. അവളെ ട്രാക്ക് ചെയ്യാനായിട്ട് ആഗ്നസിനെ അപ്പൊ തന്നെ വെനസ്ഡേ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഗോമസും മോർട്ടീഷ്യയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരുടെ പുറകിലായിട്ട് വെനസ്ഡേയുടെ സ്പിരിച്വൽ ഗൈഡായിട്ടുള്ള ലരീസ വെയിംസ് വന്നിട്ട് ഇവർക്ക് 3 പേർക്കും താക്കീത് കൊടുക്കുന്നു. പക്സ്ലിയെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുമെങ്കിൽ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, അത് മറക്കണ്ടാന്ന്. അങ്ങനെ 3 പേരും കൂടി പക്സ്ലിയെ രക്ഷിക്കാനായിട്ട് ഇയാഗോ ടവറിലേക്ക് പോവുകയാണ്. മറുവശത്ത് ഐസക് ആകട്ടെ ഇപ്പൊ നെവർമോറിലെ ആ ഒരു ലാബ് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. അതും അവന്റെ ടെലികൈനറ്റിക് പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോഴേക്കും വെനസ്ഡേയും വെനസ്ഡേയുടെ പാരന്റ്സും ആ ഒരു ഇയാഗോ ടവറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഗോമസിന്റെ അടുത്ത് മോർട്ടീഷ്യ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ പോയിട്ട് എത്രയും പെട്ടെന്ന് സാന്റിയാഗോന്റെ അടുത്ത് കാര്യം പറയാം, അതായത് പോലീസിനെ വിവരം അറിയിക്കാനായിട്ട് ഗോമസിനോട് പറയുന്നു. പക്സ്ലിയെ രക്ഷിക്കാനായിട്ട് വെനസ്ഡേയും അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യയും ഇപ്പൊ മുകളിലേക്ക് പോകുന്നു. ഇനിയാണ് മറ്റൊരു ട്വിസ്റ്റും കൂടി സംഭവിക്കുന്നത്. ഫ്രാങ്കോയിസ് ഐസക്കിന്റെ അടുത്ത് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം, നീ എനിക്ക് വാക്ക് തരണം, നീ ഉറപ്പ് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ കാര്യം മറ്റൊന്നുമല്ല, ഫ്രാങ്കോയിസിനെയാണല്ലോ ഈ ഒരു മെഷീനിൽ കിടത്തിയിട്ട് ആ ഒരു ഹൈഡ് എന്നുള്ള രൂപം മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ
അത് ഫ്രാങ്കോയിസിനെയല്ല ചെയ്യാനായിട്ട് പോകുന്നത്, ടൈലറിനെയാണ്. ചുരുക്കി പറഞ്ഞ ടൈലറിൽ നിന്നും ഹൈഡനെ റിമൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ടൈലർ അതൊട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൻ കരച്ചിലോട് കരച്ചില്, അവന് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. വെനസ്ഡേയും മോർട്ടീഷ്യയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ഫ്രാങ്കോയിസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഐസക്കിനോട് അവൾ പറയുകയും ചെയ്തു. ഫ്രാങ്കോയിസ് തന്റെ മകനെ രക്ഷിക്കാനായിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. ഐസക് ആകട്ടെ അവന്റെ ടെലികൈനസിസ് പവർ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ടൈലറിനെ ആ ഒരു മെഷീനിൽ കിടത്തിയിരിക്കുകയാണ്. അവനൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴാണ് ഒരു ആക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വെനസ്ഡേ ടൈലറിന് നേരെ ഓങ്ങി നിൽക്കുന്നത്. വെനസ്ഡേയുടെ അടുത്ത് അപ്പൊ ടൈലർ പറയുന്നുണ്ട്, എന്നെ കൊല്ലുന്ന്. പക്ഷേ വെനസ്ഡേ ആണെന്നുണ്ടെങ്കിൽ അവനെ കെട്ടിയിട്ട് ആ കയ്യിലുണ്ടായിരുന്ന ചങ്ങലക്കിട്ട് ഒരൊറ്റ വെട്ടു കൊടുത്തു. അതോട് കൂടിയിട്ട് അവന്റെ ഒരു കൈ ഇപ്പൊ ഫ്രീ ആയി. പക്ഷേ എന്തുകൊണ്ട് അവൾ അങ്ങനെ ചെയ്തു? അപ്പോഴേക്കും പക്സ്ലിയെ നമ്മുടെ വെനസ്ഡേ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ടൈലർ ആകട്ടെ അപ്പോൾ ഒരു ഹൈഡായി മാറുന്നു. എന്നിട്ട് ഐസക്കിനെ എടുത്ത് ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ഇടുന്നു. ഹൈഡായി മാറിയ ടൈലർ ആകട്ടെ ഇപ്പൊ അവന്റെ അമ്മയും എടുത്ത് എറിയുകയാണ്. പെട്ടെന്ന് തന്നെ അവന്റെ അമ്മയും ഹൈഡായി മാറുന്നു. രണ്ട് ഹൈഡുകൾ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ബാൽക്കണിയിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്ന ഐസക്കിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. രണ്ട് ഹൈഡുകളും ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ടൈലറിന്റെ അമ്മയായിട്ടുള്ള ഫ്രാങ്കോയിസ് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുകയും തൽക്ഷണം മരണപ്പെടുകയും ചെയ്യുകയാണ്. മറുവശത്ത് വെനസ്ഡേ ആകട്ടെ ആ ഒരു മെഷീനിൽ എക്സ് ഉപയോഗിച്ചിട്ട് ഒരൊറ്റ വെട്ടു കൊടുക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് അത് മൊത്തം പൊട്ടിത്തെറിക്കുന്നു. ഓഫീസർ സാന്റിയാഗോയും കൂട്ടരും വന്ന് നോക്കുമ്പോൾ ഈ ഒരു ഹൈഡായിട്ട് മാറിയിട്ടുള്ള ഫ്രാങ്കോയിസ് ഇപ്പൊ ഒരു ശില്പത്തിന് മുകളിലേക്ക് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ഇയാഗോ ടവറിലുണ്ടായ ആ വലിയ പൊട്ടിത്തെറിക്ക് ശേഷം എല്ലാവരും മരിച്ചുപോയി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓരോരുത്തരായിട്ട് ഇപ്പൊ കണ്ണും തുറന്ന് എഴുന്നേറ്റ് വരുന്നു. നേരത്തെ ബിൽഡിങ്ങിന്റെ താഴേക്ക് ഫ്രാങ്കോയിസ് വീണത് ടൈലർ രക്ഷിക്കാനൊക്കെ നോക്കി. പക്ഷെ പുള്ളിക്കാരി മരണം തെരഞ്ഞെടുത്തതാണ്. ഇപ്പോഴിതാ ഐസക് വീണ്ടും നമ്മുടെ വെനസ്ഡേയുടെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചേക്കാണ്. അതായത് അവൻ ആ ഒരു ടെലികൈനസിസ് പവർ ഉപയോഗിച്ചിട്ട് ആരെയും എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാനായിട്ട് കഴിയും. ഇത് കണ്ടപ്പോ തന്നെ മോർട്ടീഷ്യയും ഗോമസും കൂടി ചേർന്ന് ഇപ്പൊ തിങ്ങിനോട് സംസാരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞ ഐസക്കിനെ പറ്റിയിട്ടുള്ള യാതൊരു മെമ്മറിയും നമ്മുടെ തിങ്ങിനില്ല. ഇപ്പോഴിതാ തിങ്ങാകട്ടെ ഐസക്കിന് എതിരെ തിരിയുകയാണ്. ഐസക്കിന് തിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഐസക്കിന്റെ ക്ലോക്ക് ഹേർട്ട് ഉണ്ടല്ലോ, അത് നമ്മുടെ തിങ് അങ്ങോട്ട് വലിച്ചു പറിച്ച് എടുക്കുകയാണ്. അതാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തിങ് അത് ചെയ്തു. അതിനുശേഷം ഐസക്കിന്റെ കയ്യിൽ നിന്നും തിങ് തനിയെ വേർപെട്ട് ഒരു മാസ് എൻട്രിയോട് കൂടി അവന്റെ യഥാർത്ഥ ഫാമിലിയിലേക്ക് തിരിച്ചു വരികയാണ്. ഈ ഒരു സീൻ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ എന്റെ പൊന്നോ, രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെ ഐസക് മരണപ്പെട്ടു. പിന്നീട് കാണിക്കുന്നത് ആഗ്നസ് ഇപ്പോ വെനസ്ഡേയുടെ അടുത്ത് വന്ന് എന്നിട്ട് ഉള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുന്നതാണ്. കനേഡിയൻ ബോർഡറിന് അടുത്തായിട്ടാണ് അവൾ ഇപ്പോൾ ഉള്ളത്. ഇസഡോറയ്ക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുമോ എന്ന് ആഗ്നസിന്റെ അടുത്ത് വെനസ്ഡേ ചോദിക്കുന്നു. നെവർമോർ ഇപ്പോൾ അടച്ചുപൂട്ടിയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഇപ്പോ MIA ആണെന്നാണ് ആഗ്നസ് പറയുന്നത്. ടൈലർ ഇപ്പോ അവന്റെ മരിച്ചുപോയ പാരന്റ്സിനെ കാണാനായിട്ട് ഗ്രേവിലേക്ക് വന്നിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇസഡോറ വരുന്നത്. എന്നിട്ട് അവൾ പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും അറിയാം നമുക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനായിട്ട് കഴിയില്ല. ഞാൻ നിന്റെ ഒരു മാസ്റ്റർ ആയിട്ടല്ല സംസാരിക്കുന്നത്. എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റമാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും ദൂരെയായിട്ട് ഒരുപാട് ഹൈഡുകളുണ്ട്. അവിടേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഇതിൽ എന്താണ് ഇത്ര റോൾ എന്ന് നമ്മുടെ ടൈലർ ചോദിക്കുന്നുണ്ട്. ഞാനൊരു വെയർവോൾഫാണ് എന്ന് നമ്മുടെ ഇസഡോറ പറയുന്നു. മാത്രമല്ല എന്റെ അച്ഛനൊരു ഹൈഡായിരുന്നു. യഥാർത്ഥത്തിൽ ഇസഡോറ നമ്മുടെ ടൈലറിനെ സഹായിക്കുകയാണോ? എന്തായിരിക്കും അവളുടെ യഥാർത്ഥ ഉദ്ദേശം? പിന്നീട് കാണിക്കുന്നത് നമ്മുടെ യൂജീനാകട്ടെ പക്സ്ലിക്ക് അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്കായിട്ട് കുറച്ച് പാറ്റകളൊക്കെ കൊടുക്കുന്നതാണ്. രണ്ടുപേരും നല്ല അടിപൊളി ചങ്ങാതിമാരായി മാറിയിരിക്കുന്നു. മറുവശത്ത് വെനസ്ഡേയുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യ അവളുടെ ആന്റി ആയിട്ടുള്ള ഒഫീലിയയുടെ ജേണൽ അവൾക്ക് നൽകുന്നു. ഓരോ കുടുംബത്തിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഡാർക്ക് ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും എന്ന് മോർട്ടീഷ്യ ഇപ്പൊ മകളോട് പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ലരീസ വിംസ് നമ്മുടെ വെനസ്ഡേയുടെ സ്പിരിച്വൽ ഗൈഡ് അങ്ങോട്ടേക്ക് വരുന്നു. അമ്മയും മകളും തമ്മിലുള്ള ഈ ഒരു ഫാമിലിയർ ബോണ്ട് വീണ്ടും റീസ്റ്റാർ ആയതനുസരിച്ചിട്ട് വെനസ്ഡേക്ക് അവളുടെ സൈക്കിക് എബിലിറ്റി ഏകദേശം തിരിച്ചു കിട്ടിയ മട്ടാണ്. ലരീസ വിംസ് അങ്ങനെ ടാറ്റ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്നും പോയി. വെനസ്ഡേ ആകട്ടെ അവളുടെ പേരൻസിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. വെനസ്ഡേ ഇപ്പൊ പോകുന്നത് നമ്മുടെ എനിഡിനെ റെസ്ക്യൂ ചെയ്യാനായിട്ടാണ്. അതും ആരുടെ കൂടെയാണെന്നറിയോ? മറ്റാരുമല്ല, നമ്മുടെ അങ്കിൾ ഫെസ്റ്റർ ദേ ബൈക്കും എടുത്തുകൊണ്ട് വെനസ്ഡേയെ പിക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ രണ്ടും കൂടി ചേർന്ന് ഇപ്പൊ ദേ നോർത്ത് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയത്ത് കാട്ടിലകപ്പെട്ട നമ്മുടെ എനിഡിനെയും കാണാം. ആൻഡ് ഒഫീലിയയുടെ ജേണൽ വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വെനസ്ഡേക്ക് ഒരു വിഷം വരികയാണ്. അതായത് അവൾക്ക് വീണ്ടും ആ ഒരു സൈക്കിക് എബിലിറ്റി തിരിച്ചു കിട്ടിയിരിക്കുന്നു. 20 വർഷത്തോളമായിട്ട് ആൻഡ് ഒഫീലിയനെ ആരും കണ്ടിട്ടില്ല. അവളിപ്പോ ഉള്ളത് ഒരു ഇരുട്ടുമുറിയിലാണ്. അതും ഗ്രാൻഡ്മയായിട്ടുള്ള ഹെസ്റ്ററിന്റെ വീട്ടിനുള്ളിലെ ബേസ്മെന്റിനകത്ത്. അങ്ങോട്ടേക്ക് ഇപ്പോ ഗ്രാൻഡ്മ പോകുന്നത് കാണിക്കുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ ഭിത്തിയിലായിട്ട് ആൻഡ് ഒഫീലിയ
വെനസ്ഡേ മസ്റ്റ് ഡൈ എന്ന് ചോരയിലോ മറ്റോ എഴുതുന്നുണ്ട്. എപ്പിസോഡിന്റെ അവസാനത്തിൽ അങ്കിൾ ഫെസ്റ്ററും നമ്മുടെ വെനസ്ഡേയും അവിടെ നിന്ന് പോയതിന് ശേഷം ഒരു കാക്ക ഇങ്ങനെ പറന്നു പോകുന്ന കാണിക്കുന്നുണ്ട്. അതായത് ജൂഡിയുമായിട്ട് ബന്ധപ്പെട്ട എന്താണെന്ന് അറിയില്ല, അതാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ആ ഒരു കാക്ക നമ്മൾ സീസൺ 2 പാർട്ട് 1 കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഇത് സീസൺ 4 കൊണ്ടോ 5 കൊണ്ടോ ഒന്നും നിൽക്കണ ഒരു ലക്ഷണവും കാണുന്നില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് സീരീസ് ഒക്കെ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കണം. ഒരു സെക്കൻഡ് പോലും നമുക്ക് ചിന്തിക്കാനോ ഇതാക്കാനുള്ള സമയം തന്നില്ല. അത്ര പട്ടേന്നുള്ള സീനുകളൊക്കെ പോകുന്നത്, അത്രയും അടിപൊളി കഥയും. അപ്പൊ ഇനി നേരെ സീസൺ 3 ആണോ, ഇനി അഥവാ സീസൺ 2 പാർട്ട് വല്ലതും ഇനി വരുമെന്നൊന്നും ഒരു പിടുത്തമില്ല. ഞാൻ അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അതിനെ പറ്റിയുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റുള്ളവർക്കും അത് ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.